ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. നമ്മുടെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് മോട്ടോഴ്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന അർബാനിയ എന്ന് പറയുന്ന വണ്ടിയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി പരിചയപ്പെടാൻ വരും ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ആദ്യം വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങിയേക്കാം. അപ്പോൾ ഇവിടെ നിന്ന് അർബാനിയ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു ബ്രാൻഡിങ്ങിന് ഇവിടെ തന്നെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫോഴ്സിൻ്റെ എംബ്ലവും കാര്യങ്ങളൊന്നും ഇല്ല, അർബാനിയ എന്ന് തന്നെ എഴുതിയിരിക്കുന്നത്. നമ്മുടെ അറിയാലോ ട്രാവലറിൻ്റെ ഫോഴ്സിൻ്റെ എന്നുള്ള ചിഹ്നമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും നമ്മുടെ അർബാനിയയിൽ വരുന്നില്ല. എന്ന് വെച്ചാൽ നമ്മളിതൊരു പ്രീമിയം സെഗ്മെൻറ്റിലാണ് ഈ അർബാനിയ എന്ന് പറഞ്ഞ വണ്ടി ഇവിടെ ഫോഴ്സ് മോട്ടോഴ്സ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അർബാനിയയിലുള്ള ആ ഒരു ബാക്കിങ് ആണ്. അതുപോലെ തന്നെ സൈഡിലേക്ക് വരുമ്പോൾ നല്ല വലുപ്പമുള്ള ഹെഡ്ലൈറ്റാണ്. അതിനകത്ത് നമുക്ക് പ്രൊജക്ഷൻ ഹെഡ്ലാമ്പുണ്ട്. അത് പറയുന്ന പോലെ മറ്റേ ഹാലജനാണ്, മറ്റേ LED ഒന്നും അല്ല. അതുപോലെ തന്നെ താഴത്ത് നമുക്ക് ബൾബ് കാണാം. അപ്പോൾ വലിയൊരു പറഞ്ഞ DRലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. DRലുണ്ട്, പ്രൊജക്ഷൻ ഹെഡ്ലാമ്പുണ്ട്. അതുപോലെ തന്നെ താഴത്തേക്ക് വരുമ്പം നമുക്ക് ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ടിൻ്റെ ഒരു ഫേസ് കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് സൈഡിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും നമുക്കിവിടെ നമ്മുടെ റിയർ വ്യൂ മിറർ കാണാം. അതിനകത്ത് ഈ പറയുന്ന പോലെ മറ്റേ നമ്മുടെ ഇൻഡിക്കേറ്റർ അതിനകത്ത് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ ബാഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം 2.6 2600 cc ആണ് നമ്മുടെ എൻജിൻ സൈഡിലേക്ക് വരുമ്പോൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമുക്ക് പറയുന്ന പോലെ ഒരു 16 ഇഞ്ചിൻ്റെ ടയറാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. 16 ഇഞ്ചായിട്ട് നമുക്ക് ട്രാവലറിൽ 15 ഇഞ്ചാണ്, അർബാനിയ വരുമ്പോൾ അത് 16 വരും. ട്രാവലറിൽ നമുക്ക് 19 സീറ്റും 26 സീറ്റും നമ്മുടെ മോണോ ബസ്സൊക്കെ വരുമ്പോൾ 16 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ആ ടയർ സൈസ് തന്നെയാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സൈഡിലേക്ക് നോക്കിയപ്പോൾ അപ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് ഗ്ലാസ്സാണ്, കണ്ടല്ലോ. ഫിക്സഡ് ആണ്, AC വണ്ടിയാണ്. അപ്പോൾ ഫിക്സഡ് ആകുമ്പോൾ നമുക്കിത് ഈ പറയുന്ന പോലെ AC-യിലുള്ള ഓട്ടം മാത്രമേ നമുക്ക് ഇതിനകത്ത് നടക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് ഞാൻ ഓടിച്ച് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീല് 2015 ഇഞ്ച് 4 ഡിസ്ക് ബ്രേക്കാണ് വരുന്നത് കേട്ടോ. നമുക്ക് 4 വീലും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്, ഫിക്സഡ് ഗ്ലാസും കാര്യങ്ങളും. അപ്പോൾ ഈ സൈഡ് പ്രൊഫൈൽ എന്ന് പറയുമ്പം ഇതൊക്കെയാണ് നമുക്ക് ഒരു സൈഡിൽ കാണുന്നത്. ഇവിടെ നമുക്ക് പറയുന്ന സ്ലൈഡിങ് ഡോറുണ്ട്. ഇതുവഴിയാണ് പാസഞ്ചർ ആൾക്കാർ നമ്മുടെ പാസഞ്ചേഴ്സ് അകത്തോട്ട് കയറാനുള്ളത്. നമുക്ക് ഈ സ്ലൈഡിങ് ഡോറാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ കോ ഡ്രൈവർ ഡോറും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. ഇത് അകത്തോട്ട് കയറുമ്പോഴേക്കും ഞാൻ ബാക്കി കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരാം. അതുപോലെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴും അതുപോലെ ഈ പറയുന്ന പോലെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. നമുക്ക് കാണാം ഈ സൈഡിൽ ഡോറും കാര്യങ്ങളില്ല. സ്വാഭാവികമായിട്ടും ലെഫ്റ്റ് സൈഡിലാണ് ഡോർ വരുന്നത്. അങ്ങനെയാണല്ലോ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കും നമുക്ക് അകത്തോട്ട് കയറാനുള്ള ഡോർ വരുന്നത്. അതുപോലെ തന്നെ മിറർ ഈ പറയുന്ന പോലെ നമുക്ക് മിറർ അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതിന് മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അകത്ത് ഒരു ഇന്റീരിയർ കാണിക്കുന്നത് ഞാൻ കാണിച്ചു. ഇവിടെ എമർജൻസി എക്സിറ്റ് വരുന്നുണ്ട്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് റിയർ വ്യൂ ക്യാമറ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിക്കകത്ത് നമുക്കൊരു ആൻഡ്രോയിഡ് സിസ്റ്റം നമുക്ക് അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ക്യാമറയെ കൂടി ബാക്ക് സൈഡ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ സെൻസേഴ്സ് ഉണ്ട്. 1 2 3 4 5 സെൻസർ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ അർബാനിയ എന്നുള്ള ബാഡ്ജ് ഇവിടെ കാണാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടിക്കകത്ത് IPROS എന്ന് പറയുന്ന പോലെ നമ്മുടെ GPS ഒക്കെ പോലെ തന്നെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഡിവൈസും കൂടി ഈ വണ്ടിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പുതുതായിട്ട് വരുന്ന ഈ പറയുന്ന അർബാനിയയിലെ ട്രാവലറിലും ഈ പറയുന്ന ഒരു സിസ്റ്റമുണ്ട്. നമ്മുടെ ഈ പറയുന്ന GPS ഇല്ലേ, അതുപോലെ തന്നെ കമ്പനി ഇൻബിൽട്ടായിട്ട് വരുന്ന ഒരു ഡിവൈസാണ്. എന്ന് വെച്ചാൽ വണ്ടിയുടെ ഹിസ്റ്ററിയും കാര്യങ്ങളും വണ്ടിയുമായിട്ടുള്ള വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ ഒരു ഡിവൈസിനകത്തുകൂടി നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ മാൻ ഓഫ് ദ ഇയർ, CV ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞാൽ കുറച്ച് പറയുന്ന പോലെ അവാർഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു വണ്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ബാക്ക് സൈഡ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ട്രാവലർ എന്ന് പറയുമ്പോൾ ട്രാവലറിനകത്ത് ഇവിടെ ഒരു ലിവർ നമ്മളിങ്ങനെ മേലോട്ട് പൊക്കണമായിരുന്നു. പക്ഷേ ഇതിനകത്ത് സിമ്പിളാണ്, നമ്മളിങ്ങനെ വലിച്ചാൽ മതി. കുറച്ചുകൂടി പ്രീമിയം എന്ന് വെച്ചാൽ ട്രാവലർ പോലെയല്ല, പക്ക പ്രീമിയം ആയിട്ടാണ് അർബാനിയ എന്ന് പറയുന്ന ഈ ഒരു വണ്ടി നമ്മുടെ കമ്പനി ഫോഴ്സ് ഇറക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ കാണാം. അതുപോലെ തന്നെ ലഗേജ് സ്പേസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലഗേജ് സ്പേസ് ഇത്തിരി കുറവാണ്. എന്ന് വെച്ചാൽ നമുക്ക് ലഗേജ് സ്പേസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് 4400 വീൽ ബേസാണ് ഈ വണ്ടി. എന്ന് വെച്ചാൽ നമ്മുടെ അർബാനിയ സെഗ്മെൻറ്റിൽ ഏറ്റവും നീളം കൂടിയ വണ്ടിയാണ്.
അപ്പോൾ ഈ വണ്ടിയിൽ നമുക്ക് ലഗേജ് സ്പേസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 4400 വീൽ ബേസിൽ നിങ്ങളൊരു 12 സീറ്റ് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഗേജ് സ്പേസ് കിട്ടുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ഇത് 16+D ആണ് ഈ വണ്ടി. 16 സീറ്റ് വണ്ടി ആയതുകൊണ്ട് നമുക്ക് ലഗേജ് കുറച്ച് കുറവാണ് ഈ വണ്ടി. ലഗേജ് കുറവുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇത് കണ്ടു, ഇവിടെ നമുക്ക് ഈ നമ്മുടെ ഈ ഇതുണ്ടല്ലോ സീറ്റ് ഒരു ചാനലിനകത്താണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ സീറ്റ് ഇങ്ങനെ ഒരു ചാനലിലേക്ക് ഒരു സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ നമ്മുടെ ലെഗ് സ്പേസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് അങ്ങോട്ട് കണ്ടിന്യൂഷൻ ഈ എല്ലാം സീറ്റിംഗ് എല്ലാം ചാനലിലാണ് കൊടുത്തിരിക്കുന്നുണ്ട്. ഈ സ്ക്രൂ ഉണ്ട്, നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനും കൂടി നമ്മുടെ അർബാനിയയിൽ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് അടയ്ക്കാം. ഇതാണ് അടയ്ക്കേണ്ടത്. നേരെ അങ്ങോട്ട് അടച്ചേച്ചാൽ മതി. അല്ല നമുക്ക് മറ്റേ ട്രാവലർ പോലെ നമുക്കിങ്ങനെ അകത്തോട്ട് ഇങ്ങനെ അടച്ചിങ്ങനെ അകത്തുനിന്ന് വളച്ച് ലിവർ താത്തേണ്ട കാര്യമൊന്നുമില്ല. നേരെ ഇങ്ങനെ ഞെക്കുക, ഇത് കണ്ട ഈ ലിവറെ ഞെക്കുക, ഓപ്പണായി വരും. നേരെ അങ്ങോട്ട് അടച്ചു കഴിഞ്ഞാൽ സെറ്റാണ്. പൊളി. നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് അർബാനിയ കമ്പനി ഇറക്കിയിരിക്കുന്നത്. നമ്മുടെ ട്രാവലർ പോലെ ട്രാവലറിന് ഒരു അല്പം പറയുന്ന പോലെ കുറച്ച് ഫിനിഷിങ് കുറവൊക്കെ ഉണ്ട്. പക്ഷേ ഇത് നോക്കിയില്ല, അത് പക്ക ഫിനിഷിങ്ങോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന പോലെ റൂഫിൽ നമ്മുടെ മറ്റേ ബ്രേക്ക് ലൈറ്റും കൂടി കൊടുത്തിട്ടുണ്ട്, കാറിലൊക്കെ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ. എന്ന് വെച്ചാൽ ഒരു കാറ് പോലെയൊക്കെ തന്നെ. ഞാൻ എൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് വണ്ടി ഒന്ന് കാണിച്ചു തരാം. അതിന് ശേഷം വണ്ടിയുടെ ഇനിയിപ്പോൾ നേരെ നമുക്ക് അകത്തോട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പാസഞ്ചർ സൈഡ് നോക്കിയിട്ട് ഞാൻ ഡ്രൈവർ സൈഡ് പറഞ്ഞുതരാം. കമൺ ഗോസ്. നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഈ വണ്ടി എന്ന് പറയുന്നത് അർബാനിയ സെഗ്മെൻറ്റിലെ ഏറ്റവും പറയുന്ന പോലെ ഏറ്റവും നീളം കൂടിയ 4400 വീൽ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി 3 വീൽ ബേസിലാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ 3350, 3350, 3615, ഇത് 4400 വീൽ ബേസാണ്. അപ്പം 3 വീൽ ബേസ് നമുക്ക് ഈ വണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സീറ്റിംഗ് എന്ന് പറഞ്ഞാൽ 9+D തൊട്ട് നമുക്ക് ഈ 16+D, നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടി 16+Dയും കൂടി നമുക്ക് ഈ ഇത്രയും സീറ്റിങ്ങും കൂടി ഈ വണ്ടിയിനകത്ത് വരുന്നുണ്ട്. 3 വീൽ ബേസും വരുന്നുണ്ട്. 9+D, 12+D, 13+D, 16+D. പുഷ് ബാക്ക് സീറ്റാണ് കേട്ടോ, എല്ലാം പുഷ് ബാക്കാണ്. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സീറ്റ് എന്ന് പറയുന്നത് പുഷ് ബാക്കാണ്, നല്ല പക്കാ സീറ്റാണ് കേട്ടോ. പുഷ് ബാക്ക് സീറ്റ് നമുക്ക് കംഫർട്ടായിട്ടിരുന്ന് നമുക്ക് യാത്ര ചെയ്യാം. അതുപോലെ തന്നെ ഫിക്സഡ് ഗ്ലാസ് ആയതുകൊണ്ട് പുറത്തുനിന്നുള്ള വ്യൂസൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ കൂടുതലും ഈ പറയുന്ന പോലെ ഒരു പാക്കേജ് ഓടുക എന്നുള്ള ഒരു സെഗ്മെൻറ്റിലേക്കൊക്കെയാണ് കൂടുതൽ ആൾക്കാർ നോക്കുന്നത്. പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എ സിയിൽ പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഫിക്സഡ് ഗ്ലാസ് വണ്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നോൺ എ സിയിൽ ഓടാൻ പറ്റത്തില്ല, എ സിയിൽ. എന്ന് വെച്ചാൽ ഒരു പാക്കേജ് സെഗ്മെൻറ്റിൽ മാത്രമേ നമുക്ക് ഈ വണ്ടി കൂടുതലും ആൾക്കാർ ആ ഒരു സെഗ്മെൻറ്റിലേക്ക് എടുക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ പുഷ് ബാക്ക് സീറ്റ് കണ്ടല്ലോ, അടിപൊളി സീറ്റാണ്. ഇത് കണ്ടോ, വളരെ കംഫർട്ടായിട്ടിരുന്ന് നമുക്ക് യാത്ര ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, നമുക്ക് എ സി വരുന്നത് ബെർത്തിലാണ്. എ സി വരുന്നത് എന്ന് വെച്ചാൽ സുബ്രോസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ എ സിയാണ്. നമ്മൾ കമ്പനി എ സികളെല്ലാം സുബ്രോസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ എ സി വരുന്നത്. അതിനകത്ത് ഒരു മോണോ ബസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ബസ് സെഗ്മെൻറ്റിൽ മാത്രമേ ജിങ്കിയുടെ എ സി വരുന്നുള്ളൂ. സുബ്രോസിൻ്റെ ബെർത്ത് എന്ന് വെച്ചാൽ ഓരോരോ സീറ്റിനും ഇൻഡിവിജ്വലായിട്ട് നമുക്ക് എ സി വെൻറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് അകത്ത്. നമുക്ക് പറയുന്ന പോലെ നമ്മളെ ലെഗ് സ്പേസ് എല്ലാം നല്ലപോലെ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ചാനൽ കിടക്കുന്നുണ്ടോ നോക്കി കണ്ടോ. ഈ ചാനലിലാണ് ഈ സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഇത് കണ്ടോ, ഈ സ്ക്രൂ ഉണ്ടോ, നമുക്ക് ഈ സ്ക്രൂ ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ, അങ്ങോട്ട് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഒക്കെ മാറ്റാം. അപ്പോൾ എല്ലാ സീറ്റും ചാനലിൽ വെച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് സീറ്റ് അറേഞ്ച് ചെയ്യാം. ഗൈസ്, അതുപോലെ നമ്മൾ നേരെ ഡ്രൈവർ സീറ്റിലേക്ക് കയറുവാണ്. ഡ്രൈവർ സീറ്റ് എന്ന് പറയുന്നത് നല്ല കംഫർട്ടാണ് കേട്ടോ. നല്ല നമുക്ക് ഹെഡ് പറയുന്ന പോലെ ഹെഡ് റെസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് വരുന്ന ഇത്. അപ്പോൾ ഗൈസ്, നമുക്ക് ഡ്രൈവർ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കംഫർട്ടാണ്. നമുക്ക് പറയുന്ന പോലെ ഹെഡ് റെസ്റ്റും കാര്യങ്ങളെല്ലാം കൂടി നമുക്ക് കോ ഡ്രൈവർ സീറ്റിന് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. നോക്കിയേ, ഇത് കണ്ടോ, കോ ഡ്രൈവർ സീറ്റിന് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വരുന്നത് 5 ഗിയറാണ്. 5 ഗിയർ വണ്ടിയാണ്. അതുപോലെ ഈ പറഞ്ഞ ഒരു കെൻവുഡിൻ്റെ ഒരു സിസ്റ്റം, ഒരു മ്യൂസിക് സിസ്റ്റം ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 സ്പീക്കറും നമ്മുടെ റോഡിൻ്റെ സൈഡിലൊക്കെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അകത്തും
ഒരു 3-4 സ്പീക്കർ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനത് പാട്ടിട്ട് നിങ്ങളെ കേൾപ്പിക്കുക. അതുപോലെ തന്നെ AC-യുടെ കാര്യം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. നോക്കി, നമുക്ക് ഒത്തിരി പറയുന്ന ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ വണ്ടി വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ട്രാവലർ പോലെയല്ല, ഒത്തിരി ഇൻഡിക്കേഷനും കാര്യങ്ങളുണ്ട്. അപ്പോൾ ടയർ പ്രഷർ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പറയുന്ന പോലെ ഈ ക്ലസ്റ്ററിൽ കൂടി കാണാൻ പറ്റും. ഒത്തിരി ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് പറയുന്ന പോലെ ബെർത്തിലും AC ഉണ്ട്. അതുപോലെ തന്നെ ഡ്രൈവറുടെ ഫ്രണ്ടിൽ നമുക്ക് ഈ പറയുന്ന പറഞ്ഞാൽ ഡാഷ് ബോർഡിലും AC-യുടെ വെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഡ്രൈവർക്കും കംഫർട്ടായിട്ടിരുന്ന് ഓടിക്കാൻ പറ്റും. പൊതുവേ നമ്മുടെ ട്രാവലറിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മേളിൽ ഈ ചെറിയ പറയുന്ന പോലെ നമ്മൾക്ക് AC എന്ന് വെച്ചാൽ 26 സീറ്റ് ഒഴിച്ച് ബാക്കിയുള്ള വണ്ടികളിലെല്ലാം ഈ പറയുന്ന പോലെ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് വെൻറ്റ് വരത്തുള്ളൂ AC-യുടെ. പക്ഷേ ഇതിനകത്ത് ബെർത്തിലും നമുക്ക് AC-യുടെ വെൻറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡാഷ് ബോർഡിലും പറയുന്ന പോലെ AC-യുടെ വെൻറ്റ് വരുന്നുണ്ട്. എയർ ബാഗ് ഉണ്ട് കേട്ടോ. എയർ ബാഗ് നമുക്ക് ഡ്രൈവർ സൈഡിലും അവിടെ കോ ഡ്രൈവർ സീറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടൊക്കെ എയർ ബാഗ് വരുന്നുണ്ട്. ഇവിടെ ഒരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും ഈ പറയുന്ന പോലെ കുപ്പി കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള പറയുന്ന പോലെ അങ്ങനെയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ പറയുന്ന പോലെ ഗിയറിൻ്റെ ഗിയർ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫ്രീ ആണ്. നമുക്ക് ഈ പറയുന്ന നമ്മുടെ ക്ലസ്റ്ററിൽ ഡാഷ് ബോർഡിൽ തന്നെയാണ് ഗിയറിൻ്റെ ലിവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നമുക്കൊരു സ്പേഷ്യസ് ആണ്. നമുക്ക് ഇതുവഴി കയറി അകത്തോട്ടൊക്കെ പോയി ഇറങ്ങുകയൊക്കെ ചെയ്യും. ഈ 12 വോൾട്ടിൻ്റെ ബാറ്ററി ഇത് ചാർജർ 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ മ്യൂസിക്കിൻ്റെ സിസ്റ്റത്തിൻ്റെ ആയിട്ടുള്ള ഈ പറയുന്ന പോലെ USB കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നത് ഇതാണെന്ന് തോന്നല്ലേ, നമ്മുടെ ഹെഡ്സെറ്റിൻ്റെ ആണെന്ന് തോന്നല്ലേ, ഇത് ഹെഡ്സെറ്റിൻ്റെ ആണ്. അങ്ങനെയുള്ള ഇതൊക്കെയാണ് നമ്മുടെ ഡാഷ് ബോർഡിലും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞാലതല്ല, നമുക്ക് മിറർ അകത്തിരുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ട്, മിറർ നമുക്ക് അകത്ത് നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. മിറർ അഡ്ജസ്റ്റിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വേറൊരു ഫീച്ചറും കൂടി ഇതിനകത്ത് ഉള്ളതായിട്ട് ഞാനിങ്ങനെ അറിഞ്ഞായിരുന്നു. വെച്ചാൽ നമുക്ക് ഹീറ്റില്ലേ, നമ്മൾ മഴ സമയങ്ങളിൽ ഈ മിററിനകത്ത് ഹീറ്റ് കളയാനായിട്ടുള്ള ഒരു ഓപ്ഷൻസും കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ വണ്ടി BS6 ഡീസൽ വണ്ടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആഡ് ബ്ലൂ എന്ന് പറയുന്ന ഒരു സിസ്റ്റം, ആഡ് ബ്ലൂവിലും കൂടിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അറിയാമല്ലോ, BS6 വണ്ടിയും ഡീസൽ വണ്ടികളെല്ലാം ആഡ് ബ്ലൂ ആയിരിക്കും. അപ്പോൾ ആഡ് ബ്ലൂ ഉണ്ട് ഈ വണ്ടിക്കകത്ത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ, ഡ്രൈവർ സൈഡും നമ്മുടെ പാസഞ്ചർ സൈഡൊക്കെ ഇതൊക്കെയാണ്. ബാക്കി ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വണ്ടിയുടെ കുറച്ച് ഡീറ്റെയിൽസും കൂടി ഞാൻ പുറത്ത് നിന്നിട്ട് പറഞ്ഞുതരാം. നമ്മൾ ബാക്കിലേക്കുള്ള AC-യുടെ കൺട്രോളിങ് ഇവിടെ മേളിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് എന്തായാലും കൊള്ളാം, സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്കുള്ള നമ്മുടെ ബെർത്തിൽ AC-യുടെ കൺട്രോളിങ് മേളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ കട്ട് ഓഫ് സ്വിച്ച് ഉണ്ടല്ലോ, ഇപ്പോൾ മിക്ക വണ്ടികൾക്കും കട്ട് ഓഫ് വരുന്നത്, നമ്മുടെ ബാറ്ററിയിൽ നിന്ന് വരുന്ന കണക്ഷൻ കട്ട് ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് അകത്ത് തന്നെ കൊടുത്തിരിക്കുന്നുണ്ടോ. അത് ഒരു നല്ലൊരു ഓപ്ഷനാണ്. അകത്ത് തന്നെ നമ്മുടെ ഡ്രൈവർ സൈഡിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മളിങ്ങനെ മേളിലേക്ക് പോക്കുക, അത് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായി ഇതായി. ബാറ്ററിയിൽ നിന്നുള്ള കണക്ഷൻ നമുക്ക് കിട്ടും. പക്ഷേ ട്രാവലറിൽ ഇത് കമ്പനി പുറത്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ട്രാവലർ സെഗ്മെൻറ്റിലെ എന്ന് വെച്ചാൽ മുമ്പെന്ന് പറഞ്ഞാൽ ബാറ്ററി എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സീറ്റിൻ്റെ അടിയിലായിരുന്നു ട്രാവലറിൻ്റെ. ഇപ്പോൾ അത് നമ്മുടെ ട്രാവലർ അകത്തോട്ട് പാസഞ്ചർ കയറുന്നതിൻ്റെ ആ ഒരു ഏരിയയിലായിട്ട് അവർ മാറ്റിയായിരുന്നു. ഇതിൻ്റെ ഈ അറേഞ്ച് ചെയ്ത അതിൻ്റെ ഒരു സ്ഥലം മാറ്റിയായിരുന്നു ഈ ബാറ്ററി വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ കട്ട് ഓഫ് സ്വിച്ച് മുമ്പ് ഇതിൻ്റെ അടിയിലായിരുന്നു ട്രാവലറിൻ്റെ, പക്ഷേ ഇപ്പോൾ അത് വെളിയിലായി. അതുകൊണ്ട് പൊതുവെ ആൾക്കാർക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇങ്ങനെ വെളിയിൽ നമ്മൾ കട്ട് ഓഫ് വെച്ച് കൊടുക്കുന്നതുകൊണ്ട് എന്താ പറയുക, അല്ലെങ്കിൽ കസ്റ്റമർക്ക് അല്ലെങ്കിൽ ഡ്രൈവർക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെളിയിൽ ഇറങ്ങിപ്പോയി ഓഫ് ചെയ്യണം. പിന്നെ വെളിയിൽ നമ്മളത് വെച്ചിരിക്കുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്നാൽ ഓൺ ഓഫൊക്കെ ആക്കാൻ പറ്റും. പക്ഷേ അർബാനിയിൽ അത് അകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ബാക്കി വണ്ടിയുടെ കുറച്ചുകൂടി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പുറത്ത് ഇറങ്ങിച്ച് പറഞ്ഞുതരാം. വേറൊരു ഡൗട്ട് വരാനുള്ളൊരു ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഈ വണ്ടി സൈഡിലേക്ക് നോക്കി, സൈഡിൽ നമുക്ക് ഈ വണ്ടിയിൽ നമുക്കൊരു ആഡ് ബ്ലൂ അടിക്കണം, അതുപോലെ തന്നെ ഡീസൽ അടിക്കണമല്ലോ. അപ്പോൾ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നിലവിൽ കാണാൻ പറ്റുന്നില്ല നമ്മൾ ഡീസൽ അടിക്കുന്ന ഒരു ഓപ്ഷൻ. ഇവിടെ സാധാരണ ട്രാവലറിലൊക്കെ ഈ സൈഡിലായിട്ടാണ് വരുന്നത്. ഇവിടെ ഓപ്പോസിറ്റുമായിട്ടൊക്കെയാണ് നമുക്ക് ആഡ് ബ്ലൂ ഫ്രണ്ടിലാണ് വിളിക്കുന്നത്. ഡീസൽ അടിക്കുന്ന ഒരു അവൻ്റെ ഓപ്പണിങ് ഇവിടെയാണ് വരുന്നത് ഡീസലിന്. പക്ഷേ ഇതിനകത്ത് ഇത് കുറച്ച് സീക്രട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നോക്കി, ഇതുണ്ടോ, ഇത് ആഡ് ബ്ലൂ ആട്ടോ, ഡീസലല്ല. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമുക്ക് ഡീസൽ അടിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഡീസൽ അടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡോറ് തുറക്കേണ്ടി വരും. അപ്പോൾ ഈ സൈഡിൽ ആഡ് ബ്ലൂ, അപ്പർ സൈഡ് ഞാൻ കാണിച്ചു തരാം. ഡ്രൈവർ സൈഡിലാണ് നമ്മൾ ഡീസൽ അടിക്കുന്നത്. അപ്പോൾ ഡീസൽ
ഡീസൽ അടിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ വണ്ടി ഇങ്ങനെ അടച്ചിട്ട് കഴിഞ്ഞാൽ അറിയത്തില്ല, തുറക്കാൻ പറ്റത്തില്ല. ഇത് കണ്ട, ഇത് ഈ ഡോറ് തുറന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്യാപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളിങ്ങനെ ഡോറ് തുറന്നു കൊടുക്കണം. ഡോറിങ്ങനെ തുറന്നു കൊടുത്തിട്ട് വേണം ഇത് ഊരിയിട്ട് വേണം ഡീസൽ അടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നി. ഈ ഒരു കാര്യം മാത്രമേ എനിക്ക് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. എന്തായാലും നമ്മൾ ഡീസൽ അടിക്കുന്നതിൽ കുറച്ച് ശ്രദ്ധ വരുമെന്നുള്ളതാണ്. കാരണം എന്തായാലും ഡോറൊക്കെ തുറക്കാതെ ഒന്നും ഡീസൽ അടിക്കാൻ പറ്റത്തില്ല. അതിങ്ങനെ അടയ്ക്കുക. നമുക്ക് ഡീസൽ കപ്പാസിറ്റി വരുന്നത് 70 ലിറ്ററാണ് കേട്ടോ. 70 ലിറ്ററാണ് ഡീസൽ കപ്പാസിറ്റി വരുന്നത്. പിന്നെ ടയർ സൈസ് വരിക എന്ന് പറഞ്ഞാൽ 235/65 6/16 റേഡിയൽ ട്യൂബ്ലെസ് ടയറാണ് കേസ് വരുന്നത് കേട്ടോ. ട്യൂബ്ലെസ് ടയറാണ്. ഞാൻ ഇതിൻ്റെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചില്ല. എൻജിൻ നമുക്ക് എൻജിൻ നമ്മുടെ ബോണറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഇവിടെയാണ് ഇത് വലിക്കുന്നത്. ഇങ്ങനെ ഇത് വലിക്കുക നേരെ നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ എൻജിൻ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 2596 cc 114 HP 350 Nm ടോർക്ക് വരുന്ന ഒരു എൻജിനാണ്. 4 സിലിണ്ടർ ഒരു എൻജിനാണ് നമ്മുടെ ഈ പറയുന്ന അർബാനിക്ക് പവർ കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫോഴ്സിൻ്റെ വണ്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് നിലവിൽ ഒറ്റ എൻജിനെ ഇറക്കുന്നുള്ളൂ. അപ്പോൾ ചില ആൾക്കാർക്ക് ചില ഡൗട്ട് ഉണ്ടാവും. നമ്മുടെ വണ്ടിയിലെന്ന് പറഞ്ഞാൽ മറ്റേ ഗൂർക്ക എന്ന് പറഞ്ഞാൽ ജീപ്പ് മുതൽ അങ്ങ് മോണോ ബസ് 33 സീറ്റിൻ്റെ മോണോ ബസ് വരെ നമുക്ക് നിലവിൽ ഒറ്റ എഞ്ചിനേ ഉള്ളൂ കമ്പനിക്ക്. മുമ്പെന്ന് പറഞ്ഞാൽ ഒരു 5 സിലിണ്ടർ 3200 cc ഒരു എഞ്ചിൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നിലവിൽ അതെല്ലാം മാറ്റിക്കൊണ്ട് 2596 cc 114 HP 350 Nm ടോർക്കിൻ്റെ ഒരു 4 സിലിണ്ടറിൻ്റെ ഒറ്റ എഞ്ചിനിലാണ് ഈ ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ എല്ലാ വണ്ടികളും നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അർബാനി ഉൾപ്പെടെ ഇരിക്കുന്ന എഞ്ചിൻ ഈ പറഞ്ഞ സെയിം ഡിസ്പ്ലേസ്മെൻറ്റിലും ഈ പറഞ്ഞ സ്പെസിഫിക്കേഷനിലും ഇരിക്കുന്ന ഒരു എഞ്ചിനാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് എഞ്ചിൻ പേയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. എയർ ഫിൽറ്റർ അങ്ങനെയുള്ള ബാക്കി പവർ സ്റ്റിയറിങ്ങിൻ്റെതും മറ്റേ നമ്മുടെ ക്ലച്ച് ഫ്ലൂയിഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാം. ഡീസൽ ഫിൽറ്റർ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട് ഈ സൈഡിലൊക്കെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി കൺജസ്റ്റഡ് ആയിട്ടൊന്നും അല്ല ഇരിക്കുന്നത്. അത്യാവശ്യം സ്പേസ് നമുക്ക് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യാനാണെങ്കിൽ തന്നെ അത്യാവശ്യം സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന പോലെ ഫോഴ്സിൻ്റെ ഈ ക്രൂയിസർ അല്ലെങ്കിൽ ഗൂർക്ക എന്നൊക്കെ പറഞ്ഞ വണ്ടികൾ ഒഴിച്ച് ബാക്കിയുള്ള വണ്ടികളെല്ലാം മോണോകോക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ കൂടിയാണ് ഇറക്കിയിരിക്കുന്നത്. മോണോകോക്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞിരുന്നത് വെച്ചാൽ ഇതൊരു ഷെല്ലാണ്. ഇതിന് ചേസില്ലേ വണ്ടിക്ക്. നമ്മുടെ ട്രാവലർ സെഗ്മെൻറ്റിലാണെങ്കിലും ഈ പറയുന്ന പോലെ ഞങ്ങൾ മോണോ ബസ് 33 സീറ്റിൻ്റെ മോണോ ബസ് ആണെങ്കിലും ഒക്കെ നമുക്ക് യാത്രാസുഖം കിട്ടുന്നതിൻ്റെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മോണോകോക്ക് എന്ന് പറയുന്ന ഈ കൺസെപ്റ്റിൽ ഇറക്കിയത്. കാരണം ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേസിന് എപ്പോഴും ഒരു തെറുപ്പലുണ്ടാവും. എന്ന് വെച്ചാൽ ചേസ് എപ്പോഴും ഭയങ്കര ഇങ്ങനെ പറഞ്ഞ പോലെ ഭയങ്കര ഹാർഡായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ചേസിലാണല്ലോ ബോഡി കെട്ടിയെടുക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ഇപ്പം നിങ്ങൾക്കൊരു ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. നമ്മൾ KSRTC ബസ്സിൽ പഴയ KSRTC ബസ്സിലൊക്കെ നമ്മളൊരു പ്രവാസിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ബാക്കിലത്തെ സീറ്റിലൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളൊരു ഹമ്പൊക്കെ ചാടുമ്പോൾ ഭയങ്കരമായിട്ട് തെറിക്കും. അപ്പോൾ നമ്മുടെ ഈ വണ്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണോകോക്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ ഇറക്കിയിരിക്കുന്നതുകൊണ്ട് ഈ പറയുന്ന പോലെ അതാണ് യാത്രാസുഖം കിട്ടുന്നത്. ട്രാവലറാണെങ്കിലും ഇത്രയും യാത്രാസുഖം കിട്ടുന്നതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഈ മോണോകോക്ക് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിൽ ഈ വണ്ടി ഇറക്കിയിരിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ ഈ വണ്ടി എന്ന് വെച്ചാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ കാറ്, നമ്മളിപ്പോൾ കാറിൻ്റെ ആ ഒരു കൺസെപ്റ്റ് കാർ ഇറക്കിയിരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന അർബാനി ആയാലും ട്രാവലറായാലും മോണോ ബസ് ആയാലും ഈ ഫോഴ്സിൻ്റെ ഇങ്ങനത്തെ ഈ പാസഞ്ചർ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഗൂർക്ക അല്ലെങ്കിൽ ക്രൂയിസർ എന്ന് പറയുന്ന ജീപ്പ് മോഡലുള്ള വണ്ടികൾ ഒഴിച്ച് ബാക്കി എല്ലാ വണ്ടികളും ചേസുണ്ട്. മോണോകോക്ക് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റാണ് ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് നമുക്കുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യാത്രാസുഖം കിട്ടുമെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മൈലേജ് എന്ന് വെച്ചാൽ വണ്ടിക്ക് വെയിറ്റ് കുറവായിരിക്കും. ഒരു ചേസിൽ ബോഡി കെട്ടി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് വെയിറ്റ് കൂടും. ആ ചേസിലേക്കാണുള്ള ബോഡി കെട്ടി എടുക്കുന്നത്. ഇതൊരു മൊത്തത്തിലൊരു ഷെല്ലാണ്. ഷെല്ലിലേക്ക് നേരെ പറയുന്നത് അതിൻ്റെ ഇപ്പോൾ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നേരെ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ചേസിലെ ബോഡിയിലേക്ക് തന്നെ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഇതിനിടയ്ക്കൊരു ചേസ് വരുന്നില്ല. അപ്പോൾ യാത്രാസുഖം കിട്ടും, നമുക്ക് മൈലേജ് കിട്ടും. അപ്പോൾ കമ്പനി പറയുന്നത് ഒരു 12 മൈലേജാണ് കമ്പനി പറയുന്നത് വണ്ടികൾക്ക്. പിന്നെ നമ്മൾ ഓടിക്കുന്ന രീതിയും സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം വരും. അതുപോലെ തന്നെ നമുക്ക് അർബാനിയ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ പറയുന്ന ഒരു ഗ്രേ കളറും അതുപോലെ തന്നെ വൈറ്റ് 2 കളറാണ് വരുന്നത്, ഗ്രേയും വൈറ്റും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഗ്രേ ഉണ്ട്, ഈ ഒരു കളറുണ്ട്, അതുപോലെ തന്നെ വൈറ്റ് കളറുണ്ട്. അപ്പോൾ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ വൈറ്റ് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
വൈറ്റിൽ നമുക്ക് അതാണല്ലോ, വൈറ്റ് കുറച്ചും കൂടി ഒരു അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നി. ഈ കളർ എനിക്ക് അത്ര ഒരു പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വൈറ്റ് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റിൽ നമുക്ക് ഈ പറയുന്ന ഒരു ഗ്ലാഡി ഇതുപോലെ വരുന്നില്ല, വീൽ ആർച്ച് അതിൻ്റെ കൂടെയുള്ള ഈ ഒരു പോർഷൻ ഈ ബ്ലാക്ക് ഈ ഒരു കളറിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വൈറ്റ് വണ്ടി എടുത്തിട്ട് ഇതും കൂടി ഒന്ന് വൈറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് വണ്ടി എടുത്തിട്ട് ഈ ഒരു ഇതും കൂടി വീൽ ആർച്ചും കാര്യങ്ങളും കൂടി വൈറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എനിക്ക് പേഴ്സണലി വൈറ്റാണ് ഇഷ്ടപ്പെട്ടത്. ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ഗ്രേയും വൈറ്റും. പിന്നെ ഈ വണ്ടിയുടെ പ്രൈസും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ 3 വീൽ ബേസിലാണ് ഈ വണ്ടി വരുന്നത്. 3350, 3615, അതുപോലെ തന്നെ 4400, ഇങ്ങനെ 3 വീൽ ബേസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 3 പ്രൈസും നമുക്കുണ്ടാവും. അതുപോലെ ഒരു 27 അല്ലെങ്കിൽ ഒരു 29, ഒരു 32, ഇങ്ങനെ 3 പറഞ്ഞ പോലെ പ്രൈസ് റേഞ്ചാണ് ഈ വണ്ടിക്ക് വരുന്നത്. 27 ലക്ഷം, 29, 32 ലക്ഷം രൂപ. അപ്പം വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസാണ് ഞാൻ പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ആഡായിട്ട് വരും. വണ്ടിയുടെ ഇൻഷുറൻസ്, ടാക്സ് ആൻഡ് രജിസ്ട്രേഷൻ, GPS, പെർമിറ്റ്, ഫാസ്റ്റാഗ് ഇതെല്ലാം സെപ്പറേറ്റ് വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അർബാനിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും. അപ്പോൾ ഇനി അത്യാവശ്യ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് വണ്ടിയെക്കുറിച്ച് ഇനിയും എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളതിൽ വിളിച്ച് കഴിഞ്ഞാൽ മെസ്സേജ് അയക്കുക, വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ നേരിട്ട് വിളിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ അതിനുള്ള ഡീറ്റെയിൽസ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു തന്നു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും കൂടി അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വിളിക്കുക, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റിൽ വേണമെങ്കിൽ ചോദിച്ചു, ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടി ഇന്ന് നമുക്കൊന്ന് റിവ്യൂ ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പറയുന്ന പോലെ ഫോഴ്സിൻ്റെ ഡീലറായിട്ടുള്ള ജോഷ് മോട്ടോഴ്സാണ് നമുക്ക് ഇന്ന് ഈ വണ്ടി അർബാനിയ റിവ്യൂ ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ കമ്പനിയുടെ നമ്പരും ഷോറൂമിൻ്റെ നമ്പരും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, മാനേജറുടെ നമ്പരും കൂടി കൊടുത്തേക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ആലപ്പുഴ ജില്ല, അതുപോലെ തന്നെ പത്തനംതിട്ട, പറയുന്ന പോലെ കൊല്ലം, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഷോറൂമായിട്ട് ബന്ധപ്പെടാം, അല്ലെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസെല്ലാം ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുപോലെ പക്ഷേ വേറൊരു കേസ് എന്ന് വെച്ചാൽ നമ്മുടെ മറ്റുള്ള ഷോറൂമുകൾ പോലെയല്ല. ഫോഴ്സിൻ്റെ ഷോറൂമുകളെന്ന് പറഞ്ഞാൽ ഒരു ജില്ലയ്ക്ക് ഒരു ഷോറൂം എന്നുള്ള ഒരു രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. വെച്ചാൽ ആലപ്പുഴ ജില്ലക്കാർ നമ്മുടെ ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കുക എന്നുള്ളതാണ്. ട്രാവലർ സെഗ്മെൻറ്റിൽ നമുക്ക് അർബാനിയയ്ക്ക് നമുക്ക് പറയുന്ന പോലെ പത്തനംതിട്ടയും കൊല്ലമൊക്കെ നമുക്ക് ചെയ്യാം. എല്ലാവർക്കും നമുക്ക് അർബാനിയുടെ ഡീലർഷിപ്പ് എല്ലാവർക്കും കൊടുത്തിട്ടില്ല. അപ്പം നമുക്കും ഈ ഡീലർഷിപ്പ് കിട്ടിയിട്ട് ഇപ്പോൾ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പോൾ കുറേ പേർക്ക് അറിയാൻ പറ്റത്തില്ലായിരുന്നു. ആലപ്പുഴ ജില്ലക്കാർ അല്ലെങ്കിൽ പത്തനംതിട്ടയോ കൊല്ലം കാരൊക്കെ നമ്മുടെ ഷോറൂമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് വണ്ടി ഇവിടുന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഷോറൂമിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നതാണ്. ഞാൻ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്, എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുകയാണ്. എൻ്റെ പേര് ജോസ് എന്നാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു നമ്മുടെ അർബാനിയ എന്ന് പറയുന്ന വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുവെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്ന പോലെ കമൻറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്പറിലേക്ക് വിളിക്കുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്തു. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ക്യാമറമാൻ ജെയ്സിനോടൊപ്പം ഇറ്റ്സ് മീ ജോസ്. ഓക്കെ, ബൈ. നമ്മുടെ വണ്ടി ഈ പറയുന്ന പോലെ സെൻട്രൽ ലോക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ പറയുന്ന പോലെ കീഴിൽ തന്നെ കൊടുത്തിരിക്കുന്നു. സെൻട്രൽ ലോക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടിയിൽ. അപ്പോൾ പറയാനാണെങ്കിൽ എല്ലാ പറയുന്ന അത്യാവശ്യം പറയുന്ന ഒരു പ്രീമിയം കാറിൽ വരുന്ന എല്ലാ ഫീച്ചറും കാര്യങ്ങളെല്ലാം നമ്മുടെ അർബാനിയിലേക്ക് വരുന്നത്. ഞാൻ ഈ ഹെഡ്ലൈറ്റും കൂടി ഒന്ന് ഓണായി കാണിച്ചത് ഇതുണ്ട്. വൈറ്റ് പറയുന്ന പോലെ ഈ DRL കൂടി LED DRL എല്ലാം കൂടി ഉള്ളതാണ് ഹെഡ്ലൈറ്റ് വരുന്നത്. ആ ലൈറ്റ് ഞാൻ ഓണാക്കി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ലൈറ്റ് വന്നത്. നമ്മുടെ ഹൈ ബീം വരുന്നത്
ലോബിയിൽ നിന്ന് വരുന്നത് പ്രൊജക്ഷൻ ഹെഡ്ലൈറ്റ് ഹാലജനാണ് കേട്ടോ. ഡേ ടൈം റണ്ണിങ് ലൈറ്റ് വരുന്നത് താഴത്ത് നേരത്തെ പറഞ്ഞ പോലെ ഫോഗ് ലാമ്പുണ്ട് ഗൈസ്. അതുപോലെ തന്നെ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്. സാറിന് ഇത് കാറുകളിലൊക്കെ നിലവിലുള്ളതാണ്. നമുക്ക് ഇതിനകത്ത് ഈ കീയിൽ ഒരു ഫോൺ ഇൻഡിക്കേറ്ററായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യും. അത് കൊള്ളാമല്ലേ? സ്റ്റാർട്ടിങ്ങും കൂടി ഉണ്ടായിരുന്ന കൊള്ളായിരുന്നു അല്ലേ? അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയെന്ന് വെച്ചാൽ നമുക്ക് ഈ അർബാനിയ ഫസ്റ്റ് ടൈം ഇറങ്ങിയ വണ്ടികളിൽ കുറച്ച് പറഞ്ഞ പോലെ ടേണിംഗ് റേഡിയസ് കുറവായിരുന്നു എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ നിലവിലിറങ്ങിയിരിക്കുന്ന 2026 മോഡൽ വണ്ടികളിലെല്ലാം നമുക്ക് ആ ഒരു ടേണിംഗ് റേഡിയസ് കൂട്ടിയിട്ടുണ്ടെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഒരു 5 ഗിയറാണ് നമ്മുടെ വണ്ടി വരുന്നത്. അതുപോലെ തന്നെ റിവേഴ്സ് എല്ലാ ഫോഴ്സിൻ്റെ ഇപ്പോൾ നിലവിലുള്ള എല്ലാ വണ്ടികളിലും നമുക്ക് റിവേഴ്സ് ഇങ്ങനെ ഒന്ന് പൊക്കിയായിടുന്നത് കേട്ടോ. അപ്പോൾ അത് ചില ആൾക്കാർക്ക് അറിയത്തില്ല. ഇങ്ങനെ നമ്മൾ ചില കാറുകളിലുണ്ട് ഈ സിസ്റ്റം, ഇങ്ങനെ നേരെ പൊക്കുക ഇടുക. ഓക്കെ ഗൈസ്, ഓക്കെ.
എന്നെ വെച്ചിട്ടാണ് എടുക്കുന്നത്. ഒരു ചാനലിനകത്താണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അലൈൻ ചെയ്യാൻ പറ്റും, അറേഞ്ച് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മുടെ സീറ്റിൻ്റെ എന്ന് പറയുന്ന എന്താ പറയുക ഈ രീതി ഉണ്ടല്ലോ, അതിനെന്താ പറയുന്നത്, അതിൻ്റെ പേര് അയ്യോ അതിൻ്റെ പേരെന്തെന്നാ പറഞ്ഞ ഉള്ളതായിട്ട് വരുന്ന ഇതാ. നീ അതോട്ട് കയറുക. കേറി വാടാ മക്കളെ, കേറി വാ.